മുംബൈയിലെ തിരക്കേറിയ തെരുവുകളിലൂടെ ലക്ഷക്കണക്കിന് ലഞ്ച് ബോക്സുകൾ ഓരോ ദിവസവും യാത്ര ചെയ്യാറുണ്ട്. അതിലൊരെണ്ണം പോലും വഴി തെറ്റാറില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ വിധി ചിലപ്പോൾ ചില തെറ്റുകൾ കരുതി വയ്ക്കാറുണ്ട്. സ്നേഹമില്ലാത്ത ഒരു ദാമ്പത്യത്തിൽ ശ്വാസം മുട്ടിയായില്ല എന്ന വീട്ടമ്മ തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം തിരിച്ചു പിടിക്കാൻ വെച്ച് വിളമ്പിയ ആ വിഭവങ്ങൾ എത്തിയത് മറ്റൊരാളുടെ മുന്നിലായിരുന്നു. അറുബോറൻ ജീവിതത്തിൽ നിന്ന് വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സാജൻ ഫെർണാണ്ടസ് എന്ന ഏകാന്തനായ മനുഷ്യനരികിലേക്ക് ആ ഒരൊറ്റ കൈപ്പഴ ഇളയെ എത്തിച്ചത് വാക്കുകൾ കൊണ്ട് നെയ്തെടുത്ത ഒരു അപൂർവ പ്രണയത്തിലേക്കായിരുന്നു. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദ ലഞ്ച് ബോക്സ് എന്ന ഇന്ത്യൻ ക്ലാസിക് സിനിമയെക്കുറിച്ചാണ്. ആ ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ പോലും അറിയാതെ അയാളുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയുന്നുണ്ട്. വർഷങ്ങളായി അയാൾ അനുഭവിച്ചിരുന്ന ആ വിരസമായ ഭക്ഷണത്തിന് പകരം ആരുടെയോ സ്നേഹം കലർന്ന രുചി അയാൾ തിരിച്ചറിയുകയായിരുന്നു. ഭക്ഷണം ഭർത്താവല്ല കഴിച്ചതെന്ന് മനസ്സിലാക്കിയില്ല. അടുത്ത ദിവസം ലഞ്ച് ബോക്സിൽ ഒരു കുറിപ്പ് വയ്ക്കുന്നു. അതിന് സാജൻ മറുപടി എഴുതുന്നു. പതുക്കെ പതുക്കെ ആ ലഞ്ച് ബോക്സ് അവർക്കിടയിലെ ഒരു പോസ്റ്റ് ഓഫീസായി മാറുന്നു. അവർ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ തുടങ്ങി. സാജൻ തൻ്റെ പഴയ കാലത്തെക്കുറിച്ചും മരിച്ചുപോയ ഭാര്യയെക്കുറിച്ചും എഴുതി. ഇല്ല തൻ്റെ വീടിനുള്ളിലെ ശ്വാസം മുട്ടിക്കുന്ന ഏകാന്തതയെക്കുറിച്ചും ഭർത്താവിൻ്റെ അവഗണനയെക്കുറിച്ചും പറഞ്ഞു. ഇതിനിടയിൽ സാജന്റെ ജോലി പഠിക്കാൻ എത്തുന്ന അസ്ലം ഷെയ്ഖ് എന്ന യുവാവ് കഥയിൽ വരുന്നുണ്ട്. അനാഥനായ ഷെയ്ഖ് പച്ചക്കറി അരിയുന്നതും മറ്റും ട്രെയിനിലിരുന്നാണ്. ആദ്യം അവനെ വെറുത്തിരുന്ന സാജൻ പതുക്കെ അവനോട് അടുക്കുന്നു. ഷെയ്ഖിന്റെ നിഷ്കളങ്കത സാജനെ മാറ്റിയെടുക്കുന്നുണ്ട്. ഇലയുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് അവൾ ഒരു ദിവസം തിരിച്ചറിയുന്നു. അവൾക്ക് ആ വീട്ടിൽ നിൽക്കാൻ തന്നെ വയ്യാതാവാണ്. അവൾ സാജനോട് ഭൂട്ടാനിൽ പോകാൻ താല്പര്യമുണ്ടെന്ന് കത്തിലെഴുതുന്നുണ്ട്. ഭൂട്ടാനിൽ സന്തോഷത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് അവൾ കേട്ടിട്ടുണ്ട്. അവളുടെ തീരുമാനപ്രകാരം അവർ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് മീറ്റ് ചെയ്താലോ എന്ന് തീരുമാനിക്കും. പിറ്റേന്ന് ഇല റെസ്റ്റോറൻറ്റിൽ വന്ന് കാത്തിരിക്കുകയാണ്. സാജനും അവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷെ ദൂരെ ഇരുന്ന് അവളെ ഏറെ നേരം നോക്കുകയല്ലാതെ ഇലയുടെ അടുത്തേക്ക് ചെല്ലാൻ പോലും അയാൾക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. തൻ്റെ പ്രായം ഇലയ്ക്കൊരു ഭാരമാകുമെന്ന് അയാൾ ഭയപ്പെട്ടു. താൻ വൃദ്ധനായെന്നും തൻ്റെ ചർമ്മത്തിന് പോലും വാർദ്ധക്യത്തിൻ്റെ ഗന്ധമാണെന്നും അയാൾ പിന്നീട് കത്തിലൂടെ അവളോട് ഏറ്റുപറയുന്നു. സിനിമയുടെ ക്ലൈമാക്സിൽ ഇല തൻ്റെ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ് ഭൂട്ടാനിലേക്ക് പോകാൻ പണം കണ്ടെത്തുന്നു. അവൾ സാജൻ്റെ ഓഫീസ് കണ്ടെത്തി കാണാൻ ചെല്ലുന്നുണ്ടെങ്കിലും അയാൾ വിരമിച്ച് നാസിക്കിലേക്ക് പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ നാസിക്കിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടയിൽ തൻ്റെ ഏകാന്തത ജീവിതത്തേക്കാൾ നല്ലത് ഇലയോടൊപ്പമുള്ള ജീവിതമാണെന്ന് സാജൻ തിരിച്ചറിയുന്നു. അയാൾ യാത്ര പാതി വഴി നിർത്തി മുംബൈയിലേക്ക് മടങ്ങുന്നു. സിനിമയുടെ അവസാന രംഗത്തിൽ സാജൻ ഡബ്ബാവാലകളുടെ കൂടെ ഇലയുടെ വീട് കണ്ടുപിടിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇലയാണെങ്കിൽ വീട്ടിൽ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുന്നു. അവർ ഒന്നിച്ചോ ഇല്ലയോ എന്നത് കാലത്തിന് വിട്ടുകൊടുത്ത് ആ ഒരൊറ്റ ലഞ്ച് ബോക്സ് നൽകിയ പ്രതീക്ഷയുമായി അവർ രണ്ടുപേരും പുതിയൊരു ജീവിതത്തിലേക്ക് നടന്നു നീങ്ങുന്നു. മുംബൈയിലെ തിരക്കുകൾക്കിടയിൽ എവിടെയോ ആ ലഞ്ച് ബോക്സ് ഇപ്പോഴും യാത്ര ചെയ്യുന്നുണ്ടാവും. എല്ലാവർക്കും കഥ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. മാത്രമല്ല കൂടുതൽ സിനിമകൾ കേൾക്കാൻ നമുക്ക് ഒരു കഥ കേട്ടാലെന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.